ഹായ്, എങ്ങനെയുണ്ട് ഈ ഡ്രോയിങ്? ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ഓക്കെ. അപ്പോൾ നമുക്ക് സ്കെച്ച് ബുക്കിൽ ഇതുപോലെ ആദ്യം ഒരു റൗണ്ട് വരച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചുറ്റും ഇതുപോലൊരു എന്താ പറയുക, പ്രത്യേകിച്ചൊരു ഷേപ്പ് ഇല്ലാത്ത രീതിയിൽ ഇതുപോലെ കുറച്ച് ലൈൻസ് ഒന്ന് പ്രോഗ്രസീവായിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ. റൗണ്ട് ഷേപ്പിൽ തന്നെ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുക. അതിന് ശേഷം ആ ലൈൻസിൻ്റെക്കുള്ളിൽ ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ പെറ്റൽസൊക്കെ വരച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ എൻഡ് വരെ നമുക്ക് ഇതുപോലെ വരച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കളർ ചെയ്യാം കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സൊക്കെ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 6 കളേഴ്സാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ഓൾട്ടർനേറ്റീവായിട്ട്, അതായത് ആദ്യം റെഡ് ആണെങ്കിൽ പിന്നെ യെല്ലോ പിന്നെ ഗ്രീൻ, ആ ഒരു ഓർഡറിൽ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പിക്ക് ഫുള്ളായിട്ട് നമുക്കിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം തന്നെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ. അതായത് ഓരോ കളേഴ്സ് ഇങ്ങനെ ഫില്ല് ചെയ്ത് വരുമ്പോൾ തന്നെ അത് നല്ല ഭംഗിയായിട്ട് വരുന്നത് കാണാം ഡ്രോയിങ്. അതുപോലെ നമുക്ക് എൻഡ് പോർഷൻ വരെ നമുക്കിങ്ങനെ കളേഴ്സ് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ബാക്കിയുള്ള ഗ്യാപ്പുകളിലൊക്കെ നമ്മൾ ബ്ലാക്ക് ഇങ്ക് വെച്ചിട്ടായിരിക്കും ഫില്ല് ചെയ്യുക. അപ്പോൾ അതനുസരിച്ച് ബ്ലാക്കിൽ നന്നായിട്ട് എന്താ പറയുക, എടുത്ത് കാണിക്കുന്ന കളേഴ്സ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. യെല്ലോ, റെഡ്, ഗ്രീൻ, അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു ലൈറ്റ് വേർഷൻസ് എടുക്കുകയാണെങ്കിൽ ഇത് നല്ല അട്രാക്റ്റീവായിട്ടിരിക്കും. ഓക്കെ, കണ്ടോ, നമ്മുടെ ബ്ലാക്ക് വെച്ചിട്ട് ഫില്ല് ചെയ്തപ്പോൾ ആ ഒരു പിക്കിൻ്റെ ലെവൽ അങ്ങോട്ട് മാറി നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. നേരിട്ട് കാണാനായിട്ട് ഭയങ്കര ലുക്കാണ് കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു.